Hello guys, Assalamualaikum. Welcome back to my channel. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്ത് പോണ വീഡിയോസിൽ ഫുള്ളും സൗണ്ട് ഇല്ല, പുറത്തത്തെ സൗണ്ടാണ് അധികം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൊണ്ടല്ല, നമ്മളെ അടുത്ത് ഓൾറെഡി മൈക്ക് നമ്മളെ അടുത്തുണ്ട്. നമ്മൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മൾ മൈക്ക് എടുത്തപ്പോൾ മറന്നു കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോസ് മൈക്കിൽ വരാത്തത്. ഇപ്പോൾ ഇവിടെ തന്നെ നല്ല കാറ്റുള്ള കാരണം കൊണ്ടാണ് ഇപ്പോൾ മൈക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ സംശയമായിരിക്കും ഇവരുടെ അടുത്ത് മൈക്ക് ഉണ്ടാവില്ല, മൈക്കൊന്നും വാങ്ങിക്കൂടെ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല, നമ്മളെ അടുത്ത് ഉണ്ട്. നമ്മളെ അടുത്ത് മൈക്ക് ഓൾറെഡി നമ്മളെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് ഓരോന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ടെറസിൻ്റെ മേലെ നിൽക്കണതിന് ഇപ്പോൾ മഴയുടെ ഒരു ഇതായത് കാരണം നല്ല കാറ്റാണ്. അത് കാരണം കൊണ്ടാണ് മൈക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു സൗണ്ടിൻ്റെ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിറയെ പേര് ഒരേമാതിരി വീഡിയോ എല്ലാം എടുത്തിട്ട് ബോറടിക്കും. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീട്ടിൽ മലയാളം പറയുന്ന കാരണം കൊണ്ട് മലയാളം പറഞ്ഞാലേ കുട്ടികൾ മലയാളം പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സനാക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം. മിയാസുക്കും അവർക്ക് രണ്ടുപേർക്കും മലയാളം വല്ലാണ്ട് അറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അറിയുന്ന വാക്കുകൾ വെച്ചിട്ട് അവരുടെ അടുത്ത് എന്തായാലും പറഞ്ഞു നോക്കാം. അപ്പോൾ എല്ലാവരും വരിക, നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളുടെ ഇൻട്രോ ഉണ്ടാകും, നമ്മുടെ സ്വാഗതം. അതെന്തായാലും അവിടുന്ന് തുടങ്ങാം. ഫസ്റ്റ് എന്തായാലും മലയാളം ഞാൻ ഒരു ദിവസം ഇപ്പോൾ ഒരു വീഡിയോയിലില്ലെങ്കിലും ഇവർക്ക് എന്തായാലും ഇൻട്രോ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മളെ സനാനെ കൊണ്ട് പറയിപ്പിക്കാം. സനാൻ, നമ്മളെ ഇൻട്രോ പറയാം ചാനലിൻ്റെ. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ പുതിയ വീഡിയോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ആരുടെ ഇൻട്രോ ആണ് നല്ല കേൾക്കാൻ നല്ല ഭംഗിയുള്ള വെച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അവരായിരിക്കും അടുത്ത വീഡിയോയിലേക്ക് ഇൻട്രോ എന്തായാലും അവരെ വെച്ച് അവരുടെ പുതിയ ഒരു ഇൻട്രോവും പുതിയ വീഡിയോ അവരവരെ ഒറ്റക്കൊറ്റക്ക് എന്തായാലും ഒരു വീഡിയോ എടുക്കും. എപ്പോഴും എല്ലാവരും ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ടായിരിക്കും എല്ലാവർക്കും ബോറടിക്കുക. അപ്പോൾ പിന്നെ പുതുതായി നമ്മൾ മാറ്റണം, ആർക്കും ബോറടിക്കരുത്. ഫസ്റ്റ് നമ്മൾ സാധനം അവിടെ ഒറ്റക്കായിട്ടുള്ള ഒരു വീഡിയോ എടുക്കും. സെക്കൻഡ് നമ്മളുടെ ഓൾക്കൊക്കെ ഓൾറെഡി വീഡിയോ എടുക്കാനൊക്കെ അറിയാം, സംസാരിക്കാനൊക്കെ. മിയാസിൻ്റെ കുറേ കോപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത അവരും ഇതേമാതിരി ഒറ്റക്കൊരു വീഡിയോ എടുക്കും. അതുപോലെ ഇതേമാതിരി ഒറ്റക്ക് വീഡിയോ അവരവരുടെ ഒറ്റക്കുള്ള വീഡിയോ ആണെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ ടോപ്പിക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സന, ചോറ് കഴിച്ചു കഴിഞ്ഞു. മിയാസ് പറയാം ചോറ് കഴിച്ചു കഴിഞ്ഞു. കളിഞ്ഞല്ലോ നിങ്ങൾ പറയാം. മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റം. ചോറ് കളിച്ച് കളഞ്ഞു. സൗണ്ട് ചോറ് കളിച്ചു കളിഞ്ഞു. അതാ സത്തമാ சொன்னா வேற மாதிரி ஆகுது. കളിഞ്ഞു എന്ന് അർത്ഥം തമിഴ്നാട്ടിലില്ലേ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു, ഇവിടെ കളിഞ്ഞു പറഞ്ഞാൽ കളിഞ്ഞുവിന് ഇവിടെ ഒരു വേറൊരു അർത്ഥമുണ്ട് ഗൈസ്. ആരെങ്കിലും അറിയിച്ചെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക അതിന് എന്താ അർത്ഥം വെച്ചെങ്കിൽ. അടുത്തത് നമ്മൾ സനാൻ്റെ അടുത്ത് പറയാം. സന, നിനക്കറിയണ മലയാളം അബ്ബാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്ക്. ഞാനല്ല പറയാം, എല്ലാവർക്കും ബോറടിക്കില്ല. നിങ്ങൾ കുടിക്ക് പോയോ? കുടിക്കല്ല, വീട്. அப்ப சொல்றேன் குடிக்கு அப்படின்னு சொன்னா புரிய குடிக்கு அப்படி சொல்லிட்டா மலையில வந்துருச்சு. தமிழ்ல சொல்லுவேன், இங்கிலீஷ்ல சொல்லணும். നിങ്ങൾ കുടിക്ക് പോയോ? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും പറയുമ്പോ തമിഴ് വന്ന സ്ഥലം എല്ലാവർക്കും സുഖല്ലേ? മിയാസുല് എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ? സുഖമല്ലേ? അങ്ങനെ പറഞ്ഞ எல்லாரும் நல்லா இருக்கீங்களா? அதானே. നിങ്ങൾ എവിടേക്കാ പോണത്? നിങ്ങൾ എവിടേക്കാ പോണത്? നിങ്ങൾ എവിടേക്കാ പോണത്?
போனது தானே இல்ல நான் தமிழ்ல சொல்லு நீங்கள் எவ்வடுக்கான போனது போனதா இப்பா இப்பா நான் தமிழ்ல சொல்வேன் இங்கிலீஷ்ல சொல்லணும் ஹவுஸ் சொல்லு சனா அது என்னைய சொல்றேன் ஹவுஸ் இல்ல வீடு வீடு இது அவன் சொல்லிட்டான் மரம் சீக்கிரம் சொல்லு வண்டி குண்டு கேரி குண்டு வந்து கேரி கேரி வண்டி குண்டு கேரி குண்டு வந்து கேரி வந்து குண்டு கேரி குந்து வண்டி கேரி மியா சொல்லு அது ட்ரீ சொல்லி கூட அப்ப வண்ணி குந்து கேரி குன்னி வண்ணி கேரி வண்ணில ஒரு சனா மாங்க பழுத்து வர மாங்க பழுத்து மியா சொல்லு மாங்க பழுத்து மாங்காய் பழுத்து பழுத்துங்க பின்ன ரா வராது லூந்தா பழுத்து பழுத்து தானே பழுத்து ரா வரும் லா ரா சொல்லு லா லா கிடையாது ரா ரா ரால ரா லா லா காக்கா கங்காங்கத்த அது தெரியுமா தமிழ்த்த அக்ஷரமால இல்ல அந்த மாதிரி மலையாளத்துல உண்டு கா கா தானே ரா லா ரா லா നന്നായി 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 ഇരിക്കണം നന്നായി இருக்கணும் நன்னாய் இருக்கணும் அடுத்து மியாச்சே சொல்றா നായി சொல்லு நாய் அதுக்கு வந்து நாய் பட்டி பட்டி நாய் சொல்லு அது மட்டும் சொல்ல தெரியுது நாய் பூனை നായിന്ന് പറയാൻ എനക്ക് മാറിപ്പോണ് നാഴി ആയി പോയി നാഴി പറ നാളി നായി ഇപ്പൊ சொல்லுമ്പോ പണ്ടൊരു നാണി വന്നിട്ടല്ലേ അവരുടെ പഴയ മുത്തശ്ശിയുടെ പേരൊക്കെ അവരും சொல்லு നാണി നാണി അല്ലേ നാഴി നാളി നാഴി പറഞ്ഞ എന്താ தெரியுமா പണ്ട് നമ്മള് സാപ്പാട് ടംബ്ലർ അളക്കടത്തൊക്കെ എടുക്കുമേ നായി ടംബ്ലർ 1/4 കിലോ ടംബ്ലർ 1/4 കിലോ ടംബ്ലർ അതിന്റെ പേരാണ് നാഴി പണ്ടത്തെ നാഴിയാണ് നാളി അല്ല നാഴി നാളി പറഞ്ഞല്ലേ പഴയ ആൾക്കാരുടെ പേരാണ് നാളി 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 കാലി നാളി എല്ലാം പഴയ നാളി നാളി ലീ தானே ലീ 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 அதுதான் நான் சொல்றேன் മലയാളം മറന്നു പോയി കൊമ്പക്കാട്ട് കോയ കൊമ്പങ്കാട്ട് കോയ മിയ சொல்லு കൊമ്പങ്ങാട്ട് കോയ മിയാസ് என்ன சொல்லு പുന്ന പുന ഉണ്ണിയപ്പം ഉണ്ണിയപ്പം നിങ്ങൾക്ക് അറിയാം മലയാളം சொல்லு பார்க்கலாம் எனக்கு தெரியாது നിങ്ങൾക്ക് ഇപ്പോ സർവ്വസാധാരണ இந்த 10 வருஷமா நாங்க சொல்ற மலையாளம் எதுவும் தெரியாதா பஞ்சசார உப்பு சக்கரை പഞ്ചസാര சொல்லு சக்கரை உப்பு ശർക്കര പറഞ്ഞ அங்க വെള്ളം பஞ்சசார பஞ்சசார சொல்லு சவாலா அதெல்லாம் தெரிஞ்சு வெச்சுக்கோ சவாலானா என்ன வெங்காயம் சவாலா சவாலா 1 கிலோ சவாலா தேவ் அதானே எப்படி அப்படி கேட்டால் சவாலான்னு சொன்னால் வெங்காயம் மட்டும் தெரியும் எது இந்திக்காரம் போலன்னு கொடுத்துருவாங்க உள்ளின்னு പറഞ്ഞാലേ மதி உள்ளி சொல்லு உள்ளி நீ வேற சொல்லு பார்க்கலாம் எனக்கு தெரிஞ்ச மலையாளம் சொல்லு தப்பா இருந்தா நான் சொல்லித்தரேன் தப்பா இருந்து செல்ல நீ தமிழில் சொல்லு அதை நான் மலையாளத்தில் அது வேண்டாம் നിങ്ങൾ മലയാളത്തിൽ തമിഴ് എന്നുള്ള ടോപ്പിക് கிடையாது அப்போ നമുക്ക് വേറെ എടുக்கலாம் இப்போ നിങ്ങൾ இதுக்கு பேச சொல்லு உள்ளி உள்ளி சிறிய உள்ளி வலிய உள்ளி அதெல்லாம் தெரிஞ்சு வச்சுக்கிறேன் அது வெங்காயம் தானே அது உள்ளி தானே வெங்காயம் இப்போ சவாலான்னு சொன்னேன் சவாலைக்கு அங்கே இப்போ பெரிய வெங்காயத்துக்கு சவாலான்னு தான் பேர் சிறிய உள்ளி வலிய உள்ளி தான் சொன்னீங்க അങ്ങനെ ഉണ്ട് ഉള്ളിക്ക് നമ്മുടെ സവാളാന്ന് പേര് ചെറിയ ഉള്ളിക്ക് സവാള വരില്ല വലിയ ഉള്ളിക്കാണ് നമ്മുടെ സവാള അത് ഓരോരോ സ്ഥലത്ത് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളിയാ നമ്മളോട് ചിന്ന വെങ്കായം പറഞ്ഞ ഇവിടെ കൊച്ചുള്ളി തക്കാളിക്ക് തക്കാളി தானா തക്കാളിക്ക് തക്കാളി തന്നെയാണ് முட்டைக்கோசுக்கு கேபேஜ் மலையாளத்தில் கேபேஜா இங்கிலீஷில் தானே கேபேஜ் மலையாளத்தில் என்ன அங்கே அதிகம் முட்டைக்கோஸ் சொல்ல மாட்டாங்க கேபேஜ் அதுக்குன்னு ஒரு வார்த்தை இருக்கும்ல எனக்கு தெரியாது மலையாளம் மறந்துட்டேன் முருங்கைக்காய்க்கு என்ன சொல்லுவாங்க மலையாளத்தில் முருங்கைக்காய் காய் முருங்கைக்காய் சொல்லுவாங்க இங்கே காயின்னு சொல்கிறது காய் முருங்கைக்காய் முருங்கைக்காயா அப்புறம் என்ன மிளகுத்தூளுக்கு மிளகு பொடி பொடி மிளகு பொடி உப்பு பொடி அப்புறம் மிளகா பொடி சாம்பார் பொடி கரம் பொடி கறி மசால் பொடி அடுத்து சொல்லு தப்பான்னு சொல்கிறேன்
எனக்கு தெரியாத வார்த்தையை சொல்லி கொடுத்தீங்கன்னா பரவாயில்ல. നിങ്ങളിപ്പോൾ നാട്ടിൽ പോയി സെറ്റിൽ ആകാൻ നിറയെ പേര് ഇതെല്ലാം പഠിച്ചു വെക്കണം. പഠിച്ചു പോയാലേ നാളെ കടയിൽ പോയി എല്ലാ സാധനവും തരുള്ളൂ. ഇല്ലെങ്കിൽ ആട്ട് മേലെ നോക്കി നിൽക്കണം. நான் கூகுளில் ஒன்றா சர்ச் பண்ணி ஃபோட்டோ காமி இதில் அரை கிலோ എല്ലാവർക്കും ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുക ലാംഗ്വേജിന് എല്ലാവരും ഇപ്പോൾ അവർ ഗൂഗിളിലും അലക്സനും എടുക്കുകയാണ്. എന്നിട്ട് അതിൽ നോക്കുക ഇതിനെന്താ പേര് പറയാം. അലക്സ ഇല്ല ഏതോ ഒരു ഇതുണ്ട്. അലക്സ വിശ്വസിച്ച് പോയ അലക്സ പാതാള കുഴിയിൽ കൊണ്ടുപോയി. അതേമാതിരിയാണ് ഒരാൾ അലക്സ സവാളക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ കടക്കാരൻ്റെ അടി വാങ്ങാൻ നിൽക്കണ്ട. സന ഒരു പാട്ട് പാടും മലയാളത്തില്. சரி இல்லை இப்படி சனா நான் தான் கடைக்காரன். நீ என்கிட்ட வந்து 2-3 பொருள் மலையாளத்துக்கு கேட்டு வாங்கிட்டு போ. சரி நான் தான் கடைக்காரங்க. மைக் கையில் கொடு சனாட்ட. എനിക്കൊരു ഉള്ളി തരോ? നേരെ പേസ്. എനിക്കൊരു ഉള്ളി തരോ? എനിക്കൊരു ഉള്ളി. ഒരു ഉള്ളി തര. കടക്കാരங்கள்ட்ட போய் 1 கிலோ 1 உள்ளி தான் கேட்பாங்களா? 1 கிலோ உள்ளிக்கான 1 உள்ளி അറിയാം. வேற அங்க அப்படி தான் சொல்லுவாங்களா? 1 கிலோ உள்ளியா? 1 கிலோ உள்ளிக்கு 1 உள்ளின்னு தான் சொல்லுவீங்களா? அது இப்ப சொல்றா. വേറെ 1/2 കിലോ പഞ്ചസാര. ഇതെന്താ പറയാൻ കാരണം എന്നറിയോ? ഉമ്മ കുഞ്ഞായ്മതിന്റെ കടയിൽ പോയിട്ട് ഇവിടെ കൂട്ടിട്ട് പോകുമ്പോഴേ കുഞ്ഞായ്മത് 1 ഉള്ളി താ, 1/4 കിലോ പഞ്ചസാര താ, 50 പച്ചമുളക് താ. ഇതേമാതിരി അവിടെ ഉള്ളവർ എങ്ങനെയാണെന്നറിയോ? നമ്മളമാര് 1/4 കിലോ 1 കിലോ ഒന്നും വാങ്ങിയേക്കില്ല. അപ്പപ്പോ വേണ്ടത് അപ്പപ്പോ പോയി വാങ്ങുക. ഇപ്പൊ ഞാൻ കടക്കാരൻ, നീ വന്ന് കേള്. நான் கேட்டதே சொன்னேன், அவ்வளவுதான். குத்தி விடுவேன். அதான் யோசிக்கிறேன். இல்ல பாத்து சொல்லிக்கோ. நம்பர்ல யாராச்சும் பா. 1 கிலோ 1 கிலோ சானா சொன்னா 1 கிலோ தக்காளி. நான் சொன்னேன் 1 கிலோ தக்காளி தாங்க. மலையாளத்துல கேளு. 1 கிலோ உள்ளி தரோ தக்காளி தரோ. அதானே 1 கிலோ தக்காளி தரோ தான் சொல்லுவீங்க. கஞ்சு மக்களான பாட்டு பாடு. குஞ்சியம்மா போல பாடுவே. குஞ்சியம்மா கஞ்சு மக்களான. കുഞ്ചിമയ 5 മക്കളാണ്. പട്ടിൽ കട്ടിൽ കാരുമ്പൻ കണ്ടൊരു കാട്ടിലെത്തി മുന്തിരി കന്തിരി കുതിച്ച് നാക്കില് വെള്ളം കുടിച്ച് കൊമ്പത്ത നോക്കിണ്ടല്ലോ. കുക്കുരു കുക്കുരു പട്ടിൽ താറാവ് പാട്. താരാവേ താരാവേ താരാവേ. என்ன அந்த காத்து பேர் என்ன? அந்த மலையாளத்துல வருவே காத்து. എന്താ പേര്? பூபி. அதுல பூபி பாபா ஹூபி അല്ല അത് പൂപ്പി. பூபி ഞങ്ങൾക്കെല്ലാം കഥയുണ്ട്, കഥയ്ക്കെല്ലാം കഥയുണ്ട്. ഞങ്ങൾക്കെല്ലാം കഥയുണ്ട്, കഥയ്ക്കെല്ലാം കരുത്തുണ്ട്. കഥയിലെല്ലാം അറിവുണ്ട് എന്നാണ്. ആ കഥയിൽ കരുത്തുണ്ട് താ വരും. കരുത്തുണ്ട് വേറെ ചൊല്ല് അങ്ങനെ കാത്തു പാട്ടേങ്ക. നമ്മളങ്ങനെ ചെറുതായിട്ടൊരു വീഡിയോ ആണ്. ഇതിൽ എത്രത്തോളം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഒരുപാട് പേര് മലയാളം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും കുട്ടികളൊക്കെ. അത് കാരണം കൊണ്ടാണ് അവർ ആ ഒരു പാട്ടൊക്കെ, ഈ പാട്ടൊന്നും അറിയാത്ത പാട്ടാണ്. നമ്മൾ കുടിപ്പോയപ്പോൾ അലയുടെ സ്ഥിരം പരിപാടി ഉള്ളതാണ് ഈ പാട്ട്. ഈ താറാവും കുക്കുറൂക്കും പിന്നെ കാത്തൂല് കാത്തി 3 ഓള പാട്ടാണ്. പിന്നെ പൂപ്പി. ഇത് ഈ കുട്ടികളെ ഓള കൂടെ അങ്ങനെ കണ്ടിട്ട് അവർക്കൊരു പരിചയമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ തമിഴ് വേർഡ്സ് മലയാളം, അതുപോലെ അവർ തമിഴ് പറയുമ്പോൾ ഞാൻ അതിൻ്റെ മലയാളം പറഞ്ഞതൊക്കെ എന്തായാലും ഒരേ ദിവസം ഒരേമാതിരി വീഡിയോ ഒന്നും ഇടില്ല, മാറ്റി ഞാൻ എന്തായാലും വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.